കുട്ടിയാണ് ഇന്നലെ പഴയങ്ങാടി പള്ളിക്കരയിൽ തൊണ്ടയിൽ ചൂയിങ്കം കുടുങ്ങിയതിനെ തുടർന്ന് എട്ട് വയസ്സുള്ള ഫാത്തിമ എന്ന പെൺകുട്ടിയാണ് ഇന്നലെ പഴയങ്ങാടി പള്ളിക്കരയിൽ തൊണ്ടയിൽ ചൂയിങ്കം കുടുങ്ങിയതിനെ തുടർന്ന് ആ കുട്ടിക്ക് ശ്വാസതടസ്സം നേരിട്ടപ്പോൾ 3 യുവാക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. നമ്മുടെ കൂടെ ആ യുവാക്കളും അതോടൊപ്പം തന്നെ ആ ബുദ്ധിമുട്ട് നേരിട്ട പെൺകുട്ടി ഫാത്തിമയും ഉണ്ട്. നമുക്ക് ആദ്യം ഫാത്തിമയോട് തന്നെ ചോദിക്കാം, മോളെ എന്താ ഇന്നലെ പറ്റിയേ? ഞാൻ ചീങ്കം തിന്നു. വളക്കുമ്പോൾ എനിക്ക് ചീങ്കം തൊണ്ടയിൽ കുടുങ്ങി, ശ്വാസം കിട്ടിയിട്ടില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചതേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ഒരു ഇക്കാക്കനെ വിളിച്ച്, ഇക്കാക്കനെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്നതാണെങ്കിൽ മേലോട്ടൊക്കെ, അപ്പോൾ ഇക്കാക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ഇക്കാക്ക വയറ്റിലും നടുവിനും പിടിച്ച് കുലുക്കി, അപ്പം പോയി. പേടിച്ചു പോയോ അല്ലാതെ? ആ വീട്ടുകാരോട് പറഞ്ഞില്ലേ ചൂയിങ്കം കഴിക്കാൻ പോവാന്ന്? ആരോടും പറഞ്ഞില്ല അല്ലേ? ഒറ്റയ്ക്ക് പോയതാണ് കടയിലോട്ട് ആണല്ലേ? അപ്പോൾ ഇപ്പോൾ സന്തോഷമാണോ? ഹാപ്പി ആയോ? അപ്പോൾ ഇനി ചൂയിങ്കം കഴിക്കുമോ? ഇല്ല, പേടിച്ചു അല്ലേ? ഇന്നലെ എന്താ ശ്വാസം കിട്ടിയില്ലേ മോക്ക്? ഇല്ല അല്ലേ? അപ്പോൾ ഇനി പേടിക്കണ്ട കേട്ടോ, സൂക്ഷിച്ചൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ രക്ഷിച്ച ആളുകൾ കൂടിയുണ്ട്. ഇന്നലെ യഥാർത്ഥത്തിൽ കുട്ടി നിങ്ങളോട് എന്താണ് വന്ന് പറഞ്ഞത്? കുട്ടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടീൻ്റെ കണ്ണ് ശ്വാസം കിട്ടാണ്ട് കണ്ണെല്ലാം മേലോട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി, എന്തോ കുടുങ്ങിയിട്ടില്ല ഇതാന്ന് സംഭവം മനസ്സിലായി. പിന്നെ കുട്ടീൻ്റെ അബ്ഡോമിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തേരോ 2-3 പ്രാവശ്യം ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ അറ്റംപ്റ്റിലായിരുന്നു ചൂയിങ്കം പുറത്തേക്ക് തെറിക്കുന്നത് കണ്ട്. അപ്പോൾ പിന്നെ കുട്ടി ഓക്കെ ആയി. പിന്നെ എങ്ങനെ ഇത് നിങ്ങൾക്കിത് പരിശീലനം കിട്ടിയതാണോ അതോ നേരത്തെ പഠിച്ചതാണോ? അല്ല, നമ്മൾ ഈ വീഡിയോയിലും കുറേ കാണുന്നല്ലേ ഇത്. നമ്മൾ കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കുറേ വീഡിയോ അതെല്ലാം കണ്ടില്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ശ്വാസം കിട്ടുന്നില്ല എന്നെ മനസ്സിലായി, എന്തോ വാങ്ങിയിട്ട് എന്തോ തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആ ഒരു ഇത് ചെയ്തത്. കുട്ടി നിങ്ങളടുത്തേക്ക് വന്നിട്ട് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിയെന്നാണോ പറഞ്ഞത്? കുട്ടിക്ക് സംസാരിക്കാൻ പറ്റാതെ വരുമായിരുന്നു? സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടി വന്ന് ആംഗ്യം കാണിക്കുക, ഇവനെയാണ് തൊട്ടത്. പിന്നെ അന്നേരം ഇവൻ ഏകദേശം മനസ്സിലായി തൊണ്ടയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് പുറത്തടിച്ചു ഇവനപ്പം ഇത് ചെയ്തത്. ആ സമയത്തപ്പോൾ ചൂയിങ്കം ആണെന്നും മനസ്സിലായിട്ടില്ല? ഇല്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുട്ടീൻ്റെ കണ്ണെല്ലാം പുറത്തേക്ക് വന്നിരുന്നു, ശ്വാസം കിട്ടുന്നെല്ലാം ഇതിലായിരുന്നു. ആ സമയത്താണ് നമ്മളെ അടുത്തേക്ക് വന്നതുകൊണ്ട് കുട്ടീൻ്റെ മനോധൈര്യമാണ് ഇതിലേറ്റവും ഇത്. കുട്ടി വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് പോയിരുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ പ്രശംസ പിടിച്ചു പറ്റുകയാണ് നിങ്ങൾ 3 യുവാക്കളുടെ ആ ഒരു സമയത്തുള്ള ആ ഇടപെടൽ. എങ്ങനെയാണ് അതിനെ, ആ ഒരു സന്തോഷത്തെ എങ്ങനെയാണ് പറയാൻ കഴിയുക? സന്തോഷം, കുട്ടിയെ ജീവൻ രക്ഷിച്ച് തന്നെ വലിയ സന്തോഷം. വേറെ അതിൻ്റെ അപ്പുറം വലിയ സന്തോഷമൊന്നുമില്ല. നമുക്ക് സോഷ്യൽ മീഡിയ ഇതൊന്നും വൈറലാന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളല്ല. കുട്ടീൻ്റെ മനോധൈര്യമാണ് ഇതിനകത്ത് മെയിൻ. കുട്ടി വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു. ചെറിയ കുട്ടികളാകുമ്പോൾ ചില വീട്ടിലേക്ക് പോകാം, പക്ഷേ ഇവൾ ഡയറക്റ്റ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അതിൽ പെട്ടെന്ന് നമ്മൾ ഇടപെട്ടുകൊണ്ട് ചെയ്തു. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ലേറ്റായി പോയാൽ ചിലപ്പം ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല. എന്തായാലും ഇസ്മായിൽ, ജാഫർ, നിയാസ് എന്നീ 3 പേരുള്ള യുവാക്കളാണ് ഇന്നലെ ആ കുട്ടിക്ക് രക്ഷകരായി മാറിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ഒരു ഇടപെടലിന് വലിയ കയ്യടിയാണ് ഈ ഒരു നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ